തങ്ങൾ വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെ പാലൂട്ടി വളർത്തിയെടുത്ത ഭീകരരെ ഇന്ത്യ നിഷ്കരുണം കൊന്നുതള്ളി എന്ന ആരോപണവുമായി പാകിസ്ഥാൻ. തീവ്രവാദികളെ ഒഴിപ്പിക്കുക എന്ന ദുരുദ്ദേശത്തോടെയാണ് ഇന്ത്യ ഇത്തരമൊരു യജ്ഞത്തിന് ഒരുങ്ങിയിറങ്ങിയിരിക്കുന്നതെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. ദ ഗാർഡിയൻ എന്ന പത്രമാണ് ഈ ആരോപണങ്ങൾക്കെല്ലാം തിരികൊളുത്തിയത്. ഗാർഡിയൻ പത്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അയൽരാജ്യത്ത് താമസിക്കുന്ന ഭീകരരെ കൊല്ലാനായി ഉത്തരവിട്ടത്. ഇതുപ്രകാരം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയാണ് കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. എന്നാൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഈ ആരോപണങ്ങളെ പാടെ തള്ളി. മറ്റ് രാജ്യങ്ങളിൽ പോയി പതിയിരുന്ന് കൊല്ലൽ ഇന്ത്യയുടെ പോളിസിയല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗാർഡിയൻ പത്രത്തിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് നാഷണൽ സെക്യൂരിറ്റി സംബന്ധിച്ച ഇന്ത്യയുടെ സ്ട്രാറ്റജി 2019 മാറിയത്. അന്നു മുതലുള്ള സംഭവങ്ങൾ നോക്കിയാൽ അറിയാം, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന തീവ്രശക്തികൾ അതെവിടെയായാലും ഇന്ത്യ ഒഴിവാക്കുകയാണ്. ഇന്ത്യക്കെതിരെ ആദ്യമായി ഇങ്ങനൊരു ആരോപണമായി എത്തുന്നത് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയാണ്. ഇന്ത്യ ഖാലിസ്ഥാൻ തീവ്രവാദിയായ ഹർദീപ് സിംഗ് നിജ്ജാറിനെ കൊന്നതിന്റെ വ്യക്തമായ വിവരമുണ്ടെന്നാണ് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞത്. ഇത് കഴിഞ്ഞ് അമേരിക്കയും ഖാലിസ്ഥാൻ വിഘടനവാദിയായ ഗുർപന്തത് സിംഗ് പന്നുവിനെ വധിക്കാൻ ഇന്ത്യ ശ്രമിച്ചു എന്നാരോപിച്ചിരുന്നു. അന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഈ ആരോപണത്തെ തള്ളിയിരുന്നു. പക്ഷെ ഗാർഡിയനിൽ വന്ന റിപ്പോർട്ട് ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അവർ പറയുന്നതനുസരിച്ച് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിലുള്ള ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരാണ് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസിയായ റോയ്ക്ക് ഈ കൊലപാതകങ്ങളിലെല്ലാം പങ്കുണ്ടെന്നാണ് ഇവർ ആരോപിക്കുന്നത്. കൂടുതൽ കൊലയും പാകിസ്ഥാനിലാണ് നടന്നിരിക്കുന്നത്. അതുപോലെ ഖാലിസ്ഥാൻ വിഘടനവാദികളും കൊല്ലപ്പെടുന്നു. 2023 ഖാലിസ്ഥാൻ തീവ്രവാദി നേതാവും വാണ്ടഡ് ലിസ്റ്റിൽ മുൻപന്തിയിലുണ്ടായിരുന്ന പരംജിത് സിംഗ് വജ്വാറിനെ ലാഹോറിൽ വെച്ചാണ് കൊന്നത്. പ്രഭാത സവാരിക്ക് പോയ ഈ വിഘടനവാദിയെ അജ്ഞാതർ വെടിവെക്കുകയായിരുന്നു. അതിനു പുറകെയാണ് കാനഡയിലുണ്ടായിരുന്ന ഖാലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജ്ജാർ കൊല്ലപ്പെടുന്നത്. ഖാലിസ്ഥാനി വിഘടനവാദവുമായി ബന്ധമുള്ളവരാണ് ഏറ്റവും അധികം കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ പത്രത്തിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് ഇന്ത്യയുടെ ഈ സ്ലീപ്പർ സെൽ UAE കേന്ദ്രീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാനിലെ ലോക്കൽ ക്രിമിനലുകൾക്കും ജിഹാദികൾക്കും ദരിദ്രർക്കും കോടിക്കണക്കിന് രൂപ നൽകിയാണ് കൊലപാതകം നടപ്പിലാക്കിയതെന്നാണ് പറയുന്നത്. ആരോപണം ഇന്ത്യയുടെ നേർക്ക് വരാതിരിക്കാനായി ജിഹാദികളെയാണ് ഏറ്റവും കൂടുതൽ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ISISന്റെ തകർച്ചയോടെ ഇന്ത്യയിൽ നിന്ന് പോയ ധാരാളം ജിഹാദികൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ഒരു പണിയുമില്ലാതെ കറങ്ങി നടക്കുന്നുണ്ട്. ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ അവർക്കൊരു പണിയും വരുമാനമാർഗവും ആയിക്കോട്ടെ എന്ന് ഇന്ത്യ വിചാരിച്ചു കാണും. എത്ര നാളെന്ന് വിചാരിച്ചാണ് അവർ അന്യനാട്ടിൽ പോയി പട്ടിണി കിടക്കുന്നത്? ഭീകരപ്രവർത്തനത്തിന് പോയവര് നാട്ടുകാരനാണെന്ന് പറഞ്ഞാലും ഇന്ത്യ തിരിച്ചെടുക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ വിഷപ്പാമ്പുകളെ തലയിണയുടെ അരിയിൽ വെച്ചിട്ട് ആർക്കെങ്കിലും ഉറങ്ങാൻ കഴിയുമോ? അപ്പോൾ ഇങ്ങനെയെങ്കിലും ഒരു വരുമാനമാർഗം ഉണ്ടാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് അവരും വിചാരിച്ചു കാണും. ഇനി ഭാരതം എന്നു മുതലാണ് ഇത്തരം പരിപാടികൾക്ക് ഇറങ്ങിയതെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടായേക്കാം. അതിനുള്ള ഉത്തരവും ഈ പത്ര റിപ്പോർട്ട് നൽകുന്നുണ്ട്. 2019 പുൽവാമ ആക്രമണം മുതലാണ് ഇന്ത്യ തന്റെ നയം മാറ്റിയത്. കോൺവോയ് പോയ നമ്മുടെ സൈനികർക്ക് നേരെ ഭീകരർ അപ്രതീക്ഷിതമായി സൂയിസൈഡ് അറ്റാക്ക് നടത്തുകയായിരുന്നു. ഇതിൽ 40ഓളം സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. ഇതോടെയാണ് വിദേശത്ത് കുടിയിരുന്ന് ഇന്ത്യയിൽ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഭീകരരെ വെറുതെ വിടില്ലെന്ന് ഇന്ത്യ തീരുമാനിക്കുന്നത്. കാരണം പുൽവാമ ആക്രമണത്തിന് ശേഷം തങ്ങളാണ് ഇത് ചെയ്തതെന്ന് ജെയ്ഷെ-ഇ-മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടന നെഞ്ചും വിരിച്ചു പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിക്കൊണ്ടുവന്ന ഈ തീവ്രവാദി കുഞ്ഞുങ്ങൾക്ക് നേരെ നടപടി സ്വീകരിക്കാൻ ഇന്ത്യ പലവട്ടം അഭ്യർത്ഥിച്ചതുമാണ്. ആ സമയത്തൊക്കെ പഠിപ്പിച്ചു വിട്ടത് അതുപോലെ ചെയ്തതിനെ ഇവരെ അഭിനന്ദിക്കുന്ന തിരക്കിലായിരുന്നു പാകിസ്ഥാൻ. ഇവരെ മുച്ചൂടും നശിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് ഇതുപോലുള്ള അവിചാരിത ആക്രമണങ്ങളെ ഇനിയും നേരിടേണ്ടി വരുമെന്ന് നമ്മുടെ രാജ്യത്തിന് ബോധ്യപ്പെട്ടൊരു സമയം കൂടിയാണിത്. ഇവിടുന്ന് അങ്ങോട്ട് ഭാരതം കളം മാറ്റി ചവിട്ടുകയായിരുന്നു എന്നാണ് പത്രം പറയുന്നത്. നാഷണൽ സെക്യൂരിറ്റിയുടെ നയങ്ങൾ നമ്മൾ മാറ്റുമ്പോൾ ഉന്നതാധികാരത്തിലിരിക്കുന്നവരുടെ അനുവാദം ആവശ്യമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനാണ് ആ പവറുള്ളത്. അതുകൊണ്ടാണ് പത്രത്തിന്റെ ആരോപണങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നീളുന്നത്. ഇസ്രയേലിന്റെ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിൽ നിന്നും റഷ്യയുടെ KGBയിൽ നിന്നുമാണ് ഇന്ത്യക്ക് ഇത്തരമൊരു ആശയം ലഭിക്കുന്നതെന്നാണ് ഇവരുടെ കണ്ടെത്തൽ. കൊലപാതകം സംബന്ധിച്ചുള്ള തെളിവുകളെല്ലാം പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയുടെ കൈവശമുണ്ടെന്നാണ് ഈ പത്രം പറയുന്നത്.
ദൃക്സാക്ഷികൾ നൽകുന്ന വിവരങ്ങളും വാട്സപ്പ് മെസ്സേജുകളും പണമിടപാടുകളുമൊക്കെയാണ് ഈ തെളിവുകളുടെ പട്ടികയിലുള്ളത്. ഗാർഡിയൻ പത്രത്തിന്റെ പ്രതിനിധിക്ക് ഈ ഡോക്യുമെന്റുകളൊക്കെ കണ്ട് ബോധ്യപ്പെട്ടെന്നാണ് പറയുന്നത്. 20ഓളം തീവ്രവാദികളെ ഇതിനോടകം കൊന്നു. അതിൽ 15 പേരെ കൊന്നത് 2023 കാലയളവിലാണ്. ഏതായാലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആരോപണം നിഷേധിച്ച സ്ഥിതിക്ക് ഇന്ത്യ ഇത്തരമൊരു ഉദ്യമത്തിന് ശ്രമിച്ചു എന്ന് നമുക്ക് പറയാനാകില്ല. ഇന്ത്യക്ക് പാകിസ്ഥാന് മറുപടി കൊടുക്കണമെന്നുള്ള അവസരങ്ങളിലൊക്കെ നേരിട്ട് പ്രഹരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പോരാത്തതിന് പാകിസ്ഥാന്റെ കടവും ദാരിദ്ര്യവും രാഷ്ട്രീയ സ്ഥിരതയില്ലായ്മയും അവർ വളർത്തിക്കൊണ്ടുവന്ന തീവ്രവാദി സംഘടനകളെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. പാലൂട്ടി വളർത്തിയ ഈ തീവ്രവാദികൾ അവരെ തിരിച്ചു കൊത്തുന്ന പല സംഭവങ്ങളും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ സ്ഥിതിക്ക് നിത്യശല്യമായ ഇവരെ പാകിസ്ഥാൻ തന്നെ ഒഴിവാക്കിയിട്ട് ഇന്ത്യയുടെ മേൽ ആരോപണം ഉന്നയിക്കുന്നതുമാകാം.